ഞങ്ങളങ്ങനെ ലഡാക്ക് റീജിയനോട് വിട പറയുകയാണ്. ഈ ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ ലഡാക്ക്, കാർഗിലും ലേയും അടങ്ങിയിട്ടുള്ള ലഡാക്ക് കഴിഞ്ഞ് കാശ്മീരിലേക്ക് കിടക്കുകയാണ്. ഇവിടെ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കാശ്മീരിലേക്ക് കടന്നു. ഹലോ, നമസ്കാരം. ഈ മുന്നിൽ കാണുന്ന ബ്രിഡ്ജാണ് മീന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞിട്ടുവെച്ചാൽ നമ്മൾ കാശ്മീർ റീജിയനിലേക്ക് എത്തി. ലഡാക്കിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന ബ്രിഡ്ജാണിത്. കാശ്മീരിലേക്ക് കിടന്നാലും റോഡിനൊന്നും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. BRO തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണമായിരിക്കാം അത്. ആ മലമുകളിൽ കാണുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ. മഞ്ഞ് ഉരുക്കി ഒലിച്ച് വരുന്ന വെള്ളം ആണ് ഈ കാണുന്നത്. കാശ്മീരിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഭൂമി കുറച്ചുകൂടി ഭംഗിയുള്ളതായി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയാണ് കാശ്മീരിന്. ഇവിടെയൊക്കെ റോഡുകളൊക്കെ അധികം ടൈലാണ് കണ്ടത്. ഞങ്ങളങ്ങനെ സോജില പാസ് എത്തുകയാണ്. സോജില ഈ ഒരു റൂട്ടിലുള്ള എന്ന് പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു പാസ്സാണ്. 11,500 അടി ഹൈറ്റിലാണ് സോജില പാസ് ഉള്ളത്. ഒരുപാട് ഹൈറ്റൊന്നും പറയാനില്ലെങ്കിലും നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് സോജില. എന്തായാലും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാസ്സായത് കാരണം ആദ്യത്തെ പരിപാടി അവിടെ നിൽക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഞങ്ങളുടെ കോറൈഡേഴ്സാണ് ഇവരൊക്കെ. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ലേ ടു ശ്രീനഗർ റോഡ്, ഇതാണ് നാഷണൽ ഹൈവേ 1. അത് ടൂറിസ്റ്റുകളുടെ ഒരു സാധാരണ റൂട്ടായത് കാരണം ഇഷ്ടംപോലെ ആൾക്കാർ പല വണ്ടികളുമായിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ആ ദൂരെ കാണുന്നതൊക്കെ മഞ്ഞാണ് കേട്ടോ, വെളുത്ത നിറത്തിൽ കാണുന്നത്. ഒരുപാട് പേര് അവിടെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. മഞ്ഞിൽ തൊടാനും ഒക്കെ മോഹിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. സോജിലയിൽ ഏത് സമയത്തും മഞ്ഞ് വീഴുന്നൊരു സ്ഥലമാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അവർക്ക് കാര്യമായിട്ട് മഞ്ഞൊന്നും കിട്ടിയില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ മറ്റേ ഗ്രൂപ്പ്, അവർ വരുമ്പോഴാണ് സോജിലയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് റോഡ് സൈഡിലൊക്കെ മഞ്ഞ് കിട്ടിയെന്നാണ് പറഞ്ഞത്. കാശ്മീരിലേക്ക് കടന്നവിടെ മലകളുടെയൊക്കെ ഭംഗി കുറച്ചും കൂടി എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. കാശ്മീരിലെ പ്രകൃതിക്ക് വേറൊരു പ്രത്യേക ഭംഗി തന്നെയാണ്, അവിടുത്തെ ആൾക്കാർക്കും. ആ മലയിൽ കാണുന്നതൊക്കെ റോഡുകളാണ്. ഇതിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. പല സമയത്തും നന്നായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും റോഡിന് വീതി ഉണ്ടായിരുന്നില്ല. കൊക്കയുടെ സൈഡിലേക്കാണ് നമ്മൾ വരുന്നത്, നമ്മൾ ഓടിക്കുന്ന ഭാഗം വരുന്നതെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും അതിന് ഇടയിലൊരു തടസ്സമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ മുന്നിൽ നിന്ന് വണ്ടി വരുന്ന കാണുമ്പോൾ ഉള്ളൊന്ന് കാളും. ഞങ്ങളുടെ റൈഡ് ലീഡുകൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അതാണ്, വഴിയില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുത്തിക്കയറ്റി പോരുത്, അവിടെ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ പല സമയത്തും വണ്ടി അടുത്തു കൂടെ പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിരുന്നു. 1-2 തവണ തലനാരി ഇഴക്കി രക്ഷപ്പെടുകയും ചെയ്തു. ഒരു വീതി കുറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ലോറി വേറൊരു ലോറി ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു. അവർ നിർത്താനൊന്നും തയ്യാറായിരുന്നില്ല.
ഞങ്ങൾ മാക്സിമം സൈഡ് ഒതുക്കിയിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഞങ്ങൾ നേരെ കൊക്കയിലേക്ക് വീണേനെ. കാശ്മീരിലേക്ക് കയറിയോടെ ഏറ്റവും അധികം കാണുന്ന വേറൊരു കാഴ്ച ഓരോ 100 മീറ്ററിലും ഒരു സൈനികനെ കാണാം എന്നുള്ളതാണ്. പലപ്പോഴും പൊരി വെയിലത്ത് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു തോക്കും പിടിച്ച് ഒരു കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷെഡിൻ്റെ ഉള്ളിൽ കുറച്ച് മണൽച്ചാക്കുകൾ അടുക്കി വെച്ച് അതിൻ്റെ പിന്നിൽ ഒരു തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. 100 അല്ലെങ്കിൽ 200 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു സൈനികനെ കാണാതിരിക്കില്ല. ഇവിടെ ഇടതുവശത്താണ് പ്രശസ്തമായിട്ടുള്ള സോനാമാർഗ് വില്ലേജ്. സോനാമാർഗ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. എന്തൊരു ഭംഗിയാണ് കാണാനെന്നറിയോ, ഭയങ്കര ഭംഗി തന്നെയാണ് ഈ ഒരു ഏരിയ കാണാൻ. എൻ്റെ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു 1000-1 പോലും ഭംഗി കാണില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇവിടെയൊക്കെ പല വിധത്തിലുള്ള റോഡുകളും ടണലുകളും നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് സോനാമാർഗിലേക്കുള്ള വഴിയാണ്. ഒരു വില്ലേജാണ് ഇത്. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി നോക്കൂ. ഈ ഭാഗങ്ങളിലൊക്കെ പുതിയ റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർത്തിയതാണ്. എന്താ ഭംഗി, ഇതൊന്നും കിട്ടില്ല കേട്ടോ.
ഞങ്ങളങ്ങനെ ശ്രീനഗറിലേക്ക് കടക്കുകയാണ്. ഇനി അധികം ദൂരമില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഒരുപാട് ജനവാസമുള്ള ഏരിയകൾ, വണ്ടികൾ, അതുപോലെ ഹോട്ടലുകൾ എല്ലാം ഇഷ്ടം പോലെ കാണാൻ തുടങ്ങി. പക്ഷെ പ്രകൃതിയുടെ ഭംഗിക്ക് ഒരു കുറവുമില്ല. എല്ലാം ഭയങ്കര ഭംഗിയുള്ള ഏരിയ തന്നെയായിരുന്നു. ഇവിടുത്തെ പള്ളികളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാന്ന് നോക്കി നോക്കൂ. ഇതുപോലെ അതിസുന്ദരമായിട്ടുള്ള പല പള്ളികളും നമുക്കിവിടെ കാണാൻ പറ്റും. അവരുടെ ആ മിനാരം കൊണ്ട് മാത്രമാണ് നമുക്കത് പള്ളിയാണെന്ന് മനസ്സിലാവുക. ഇവിടെ ഈ വലതുവശത്ത് കാണുന്നത് പള്ളിയാണ് കേട്ടോ. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയായി പള്ളി കാണാൻ. ഇതുപോലെ ഭംഗിയുള്ള പള്ളികളാണ് റോട്ടിൽ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ കാണുന്ന പള്ളികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള സാമ്യവും ആ പള്ളികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് വേറൊന്നുമല്ല, കാരണം അവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലമായത് കാരണം ചെരിഞ്ഞിട്ടുള്ള റൂഫാണ് പള്ളികൾക്ക് എന്നല്ല എല്ലാ ബിൽഡിങ്ങുകൾക്കും ഉണ്ടാവുക. ഇനി ഇവിടുന്ന് കണ്ട് ഇഷ്ടംപോലെ കോളനികൾ പോലുള്ള വീടുകൾ കാണാം. രണ്ട് സൈഡിലും മുഴുവൻ വലിയ വലിയ വീടുകളാണ്. ചെറിയ വീടുകളൊന്നുമല്ല, വലിയ മതിലുള്ളതും ചെറിയ മതിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നിലകളുള്ള വീടുകളും ഒക്കെ ഇഷ്ടം പോലെ കാണാം. നല്ല രസം തന്നെയാണ് കേട്ടോ കാണാൻ. ഇവിടെ കാണുന്ന പോലെ ഭീകരതയല്ല വീടുകൾക്ക്, വലിയ വലിയ കൊട്ടാരം പോലുള്ള വീടുകളല്ല. അതിനൊക്കെ ഒരു നല്ലൊരു കൗതുകകരമായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എത്ര വലിയ വീടായാലും ചെറിയ വീടായാലും അതിനൊരു ഭംഗി, ഒരു കൗതുകമാണ് തോന്നുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നണത് ആ ചെരിഞ്ഞൊരു റൂഫും അതിനുള്ള ഒരു കളറുകളും ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. ശ്രീനഗറിലേക്ക്, ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ശ്രീനഗറിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.